നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCS-FNCK വഴി BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BSc നഴ്സിംഗിനും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും ആപ്ലിക്കേഷൻ നൽകുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ BSc നഴ്സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അലോട്ട്മെന്റ് നടത്തി അഡ്മിഷൻ നൽകുന്നത്. ഈ അസോസിയേഷനിൽ സീറ്റുകൾ കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതർ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയും സീറ്റുകൾ അവൈലബിൾ ആണ്. ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്നത് ആപ്ലിക്കേഷന്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ആപ്ലിക്കേഷനുകൾ ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കാണ് പരിഗണിക്കുന്നത്. മറ്റ് വിഭാഗത്തിലുള്ള കുട്ടികളെ ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കാണ് പരിഗണിക്കുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ആപ്ലിക്കേഷനുകളും ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കാണ് പരിഗണിക്കുന്നത്. 2023 AMCS-FNCKയിൽ 5 അലോട്ട്മെന്റാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വേക്കൻസി വന്ന സീറ്റുകളിലേക്ക് മോപ്പപ്പ് റൗണ്ട് അഥവാ സ്പോട്ട് അലോട്ട്മെന്റും നടത്തിയിരുന്നു. AMCS-FNCKയുടെ 2023 ഓരോ അലോട്ട്മെന്റിലും അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ AMCS-FNCKയിൽ 2023 ഓരോ അലോട്ട്മെന്റിലും എത്ര ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് വരെയാണ് അഡ്മിഷൻ കിട്ടിയത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ നൽകിയതിനു ശേഷം ലഭിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് AMCS-FNCKയിൽ ഉള്ള കോളേജുകളുടെ ലിസ്റ്റാണ്. ഓരോ കോളേജിൻ്റെയും കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ കോളേജിൻ്റെയും കോഡുകളാണ് അവിടെ കൊടുക്കുന്നത്. തൃശ്ശൂർ അസിസി കോളേജ്, അസംഷൻ കോളേജ്, ബിഷപ്പ് ബെൻസിഗർ കോളേജ്, കനോസ കോളേജ്, കാരിത്താസ് കോളേജ്, കാർമൽ കോളേജ്, നിർമ്മല മെഡിക്കൽ സെൻറ്റർ, ഹോളി ക്രോസ് കോളേജ് അടൂർ, ഹോളി ക്രോസ് കോളേജ് കൊട്ടിയം, ഹോളി ഫാമിലി കോളേജ് തൊടുപുഴ, ജൂബിലി മിഷൻ കോളേജ് തൃശ്ശൂർ, ലിസി കോളേജ് എറണാകുളം, ലിസിഎക്സ് കോളേജ് മുക്കണ്ണൂർ, ലിറ്റിൽ ഫ്ലവർ കോളേജ് അങ്കമാലി, ലിറ്റിൽ ലൂർദ് കോളേജ് കോട്ടയം, ലൂർദ് കോളേജ് എറണാകുളം, MOIC കോളേജ് കോലഞ്ചേരി, മാർ ബസേലിയസ് കോളേജ് കോതമംഗലം, മാർ സ്ലീവ കോളേജ് ചേർപ്പുങ്കൽ പാല, മരിയ തെരേസ കോളേജ് തൃശ്ശൂർ, മേഴ്സി കോളേജ് തലയോലപ്പറമ്പ്, നിർമ്മല കോളേജ് കാലിക്കറ്റ്, പുഷ്പഗിരി കോളേജ് തിരുവല്ല, SH കോളേജ് ചേർത്തല, സമരിറ്റൻ കോളേജ് എറണാകുളം, സാൻജോയ് കോളേജ് പെരുമ്പാവൂർ, സ്നേഹോദയ കോളേജ് ഇരിങ്ങാലക്കുട, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് പരുമല, സെൻറ്റ് ജെയിംസ് കോളേജ് ചാലക്കുടി, സെൻറ്റ് ജോൺസ് കോളേജ് കട്ടപ്പന, സെൻറ്റ് ജോസഫ് കോളേജ് അഞ്ചൽ, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം ധർമ്മഗിരി, സെൻറ്റ് തോമസ് കോളേജ് ചങ്ങനാശ്ശേരി, തിരുഹൃദയ കോളേജ് കോട്ടയം. ഇത്രയും കോളേജുകൾ 35 കോളേജുകളാണ് 2023 ഉണ്ടായിരുന്നത്. 2024 ഈ കോളേജുകൾ തന്നെയാണ് ലിസ്റ്റിൽ ഉള്ളത്. ഓരോ കോളേജിൻ്റെയും കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജുകളുടെ കോഡാണ് അവിടെ കൊടുക്കുന്നത്. ഓരോ അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ 4th ഓൺലൈൻ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് അലോട്ട്മെൻറ്റിലെ ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ഇൻ ദ 4th ഓൺലൈൻ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ 5th ഓൺലൈൻ അലോട്ട്മെൻറ്റ് അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് 4th ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ റിസൾട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും ലിസ്റ്റുകൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് തൊട്ട് നാലാമത്തെ, ഇപ്പോൾ 4th ലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ നാലാമത്തെ അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ, കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് നാലാമത്തെ അലോട്ട്മെൻറ്റ് വരെ എത്ര മാർക്കുള്ള കുട്ടികൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ നാലാമത്തെ അലോട്ട്മെൻറ്റ് വരെ എത്ര ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് നോക്കാം. നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വേണമെങ്കിൽ 3rd അലോട്ട്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ അതും അവൈലബിൾ ആണ്. ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്കുള്ളവർ ആണ് കയറിയിരിക്കുന്നത് കോളേജ് വൈസ് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഇതുപോലെ നിങ്ങൾ ഫുൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എടുത്താൽ അതിൽ ഓരോ കോളേജിൻ്റെയും കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ളവർ കയറിയിട്ടുണ്ട് എന്നുള്ളത്, അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഇനി നമുക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കാം. AMC SFNCK 2023 അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് BSc നേഴ്സിംഗ് 2023-24 തേർഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഫുൾ ലിസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് തൊട്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെയുള്ള കുട്ടികളുടെ ലിസ്റ്റാണ് ഇവിടെ വരുന്നത്. ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്കുള്ളവരാണ് കയറിക്കുന്നതെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ കോളേജിൻ്റെ കോഡ്, അലോട്ടഡ് കോളേജിൻ്റെ കോഡുകളാണ് ഇവിടെ SJN, JMN അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്കുള്ളവർ കയറിയിട്ടുണ്ടെന്ന്. ഇത് ആപ്ലിക്കേഷൻ നമ്പറുണ്ട്. ഓപ്പൺ മെറിറ്റ്, ഇവിടെ ഓപ്പൺ മെറിറ്റ് റാങ്കാണ് വരുന്നത്. കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവരുടെയും ഓപ്പൺ മെറിറ്റ് റാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അവരുടെ കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. CM എന്ന് കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻ മെറിറ്റ് സീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ മെറിറ്റ് റാങ്ക് ഉണ്ട്, ആപ്ലിക്കേഷൻ നമ്പർ, കാൻഡിഡേറ്റ്സ് നെയിം, അലോട്ടഡ് കോളേജിൻ്റെ കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവരെത്രാമത്തെ പ്രിഫറൻസ് ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത്, അതാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഇവർ പ്രിഫറൻസിൻ്റെ ഇവിടെ കാറ്റഗറി, ഇൻഡെക്സ് മാർക്ക് ഫുൾ 100% മാർക്കുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടിയ കോളേജുകളുടെ കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ആയപ്പോൾ 842 കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. ആ കുട്ടിയുടെ ഓപ്പൺ മെറിറ്റ് റാങ്ക് 2196. അഡ്മിഷൻ ലഭിച്ച കോളേജ് MUN മേഴ്സി കോളേജാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കോളേജ്. 12ാമത്തെ ഓപ്ഷനാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇൻഡെക്സ് മാർക്ക് 92.9167. ഇവിടെ കൺഫേംഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കുട്ടികളൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അവർക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം അവിടെ ടോക്കൺ ഫീസ് അടച്ചു. അതിനുശേഷം ഇതിന് ഹയർ ഓപ്ഷനായിട്ടുള്ള കോളേജിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് കൺഫേംഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് 92.9167 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് തേർഡ്. ഇനി നമുക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ബാക്ക് അടിച്ച് കഴിയുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓൺലൈൻ അലോട്ട്മെൻറ്റിൻ്റെ ഫുൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. BSc നേഴ്സിംഗ് 2023-24 ഫോർത്ത് ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഫുൾ ലിസ്റ്റ്, അത് ക്ലിക്ക് ചെയ്യുക. AMC SFNCKയുടെ വെബ്സൈറ്റിൽ തന്നെ ലിസ്റ്റുകൾ കിടപ്പുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് 15 കോളേജുകളാണ് നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കുന്നതെങ്കിൽ ഈ ലിസ്റ്റിൽ മാർക്ക് കുറവുള്ള കുട്ടികൾ, ഇപ്പോൾ ഈ ഒരു 92% മാർക്ക്, അതുപോലെ 95% മാർക്കുള്ള കുട്ടികൾക്ക് ഏത് കോളേജ് വേണം. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിനകത്ത് 95% മാർക്കുള്ള കുട്ടിക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കോളേജുകളുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജുകൾ നിങ്ങളുടെ 15 കോളേജ് വെക്കുന്ന ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തണം. അതുപോലെ 92% മാർക്കുള്ള കുട്ടികളൊക്കെ ഇതിൽ അഡ്മിഷൻ കിട്ടിയേക്കുന്ന കോളേജുകൾ, അതുപോലെ അതിലും കുറച്ചും കൂടെ 93, 94, 95% മാർക്ക് ഉള്ള അഡ്മിഷൻ ലഭിച്ച കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ പറയാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. എത്ര റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റുകൾ അത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഫോർത്ത് അലോട്ട്മെൻറ്റ് ആയപ്പോൾ 842 കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ 4ാമത്തെ അലോട്ട്മെൻറ്റ് വരെ 842 കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. 842ാമത്തെ അഡ്മിഷൻ ലഭിച്ച കുട്ടിയുടെ ഓപ്പൺ മെറിറ്റ് റാങ്ക് 2451. 12ാമത്തെ ഓപ്ഷനായിട്ട് വെച്ച കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. CPN കനോസ കോളേജാണ് CPN. ഈ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 92.4584. ഫോർത്ത് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ചില കുട്ടികളൊക്കെ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം ഓരോ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും കോളേജ് ലഭിച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെയാണ് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജ് ലഭിച്ച കുട്ടികൾ അവിടെ ജോയിൻ ചെയ്തതാണ് ജോയിൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത്.
ന്യൂ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിക്കുന്ന കുട്ടികളുടെയാണ് ന്യൂ അലോട്ട്മെൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇനി നമുക്ക് 5th അലോട്ട്മെൻറ്റിലെ ലിസ്റ്റ് നോക്കാം. താഴേക്ക് തന്നെ സ്ക്രോൾ ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. 5th ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഫുൾ ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് 5th ഓൺലൈനിലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. 92.2917 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് 5ാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ ഏറ്റവും അവസാനം അഡ്മിഷൻ ലഭിച്ചത്. കനോസ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. 5 അലോട്ട്മെൻറ്റുകളാണ് AMCS FNCKയുടെ 2023 ഉണ്ടായിരുന്നത്. 2023 5ാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ 842 കുട്ടികൾക്കാണ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. 5ാമത്തെ അലോട്ട്മെൻറ്റിൽ 92.2917 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. കനോസ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ഈ ഇൻഡെക്സ് മാർക്കൊക്കെ ഉള്ള കുട്ടികൾ 92 ഈ ഒരു റേഞ്ചിൽ ഉള്ള കുട്ടികളൊക്കെ ഈ കോളേജുകളൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അത് ഓരോ കോളേജിൻ്റെയും കോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ കോളേജും കോളേജിൻ്റെ കോഡുകളും എഴുതിയെടുത്തതിന് ശേഷം വേണം നിങ്ങളുടെ മാർക്കിൻ്റെ അനുസരിച്ച് ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ആ കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുപോലെ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ നിങ്ങളുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ ലഭിക്കുകയില്ല. ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് AMCS FNCKയിൽ സീറ്റുകൾ കൂടുതലായിട്ട് ഉള്ളത്. മറ്റു വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഈ അസോസിയേഷനിൽ അപ്ലൈ ചെയ്യാം. എങ്കിലും അവർക്ക് സീറ്റുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ കാറ്റഗറിയിൽ അല്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പൺ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. അതും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 5ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം ചില കോളേജുകളിൽ മാത്രം സീറ്റുകൾ 1-2 വീതം വേക്കൻ്റായിട്ട് വരും. ആ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി സ്പോട്ട് അലോട്ട്മെൻറ്റാണ് നടത്തുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഡേറ്റുകൾ AMCS FNCKയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ പറയുന്ന ഒരു സ്ഥലത്താണ് എത്തേണ്ടത്. അവർ പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുകളും അതുപോലെ ഫീസുകളുമായി ആ പറയുന്ന കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ചെന്ന് കാൻഡിഡേറ്റ് പങ്കെടുത്തെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു സീറ്റ് ലഭിച്ചാൽ നിർബന്ധമായി നിങ്ങൾ അവിടെ ചേരണം. പിന്നീട് ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അഥവാ മോപ്പപ്പ് റൗണ്ടിൻ്റെ ലിസ്റ്റും കൂടി ഇതിനകത്ത് നമ്മൾ കാണിക്കാം. ആ പേജിൽ തന്നെയുണ്ട് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫൈനൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. 2023-24 സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. 51 കുട്ടികൾക്കാണ് അന്ന് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ആ കുട്ടികളെല്ലാം ജോയിൻ ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും അവസാനം 90.6250 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചത്. കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഉണ്ടാവുക. ആ സമയത്ത് തന്നെ നിങ്ങൾ അവിടെ കൃത്യസമയത്ത് തന്നെ അവർ പറയുന്ന സ്ഥലത്ത് തന്നെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. കനോസ കോളേജിൽ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ 90% താഴെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. AMCS FNCKയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ LBSലും PNC മാക്കിലും CPASലും അപ്ലൈ ചെയ്യാറുണ്ട്. അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കോളേജുകൾ അവിടെ ലഭിച്ചാൽ അവർ ഇവിടെ നിന്ന് അവിടേക്ക് മാറും. ആ സീറ്റ് വേക്കൻ്റ് ആയിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ 90% മാർക്കുള്ള ഒരു കുട്ടി അവിടെ സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടില്ല എങ്കിൽ അതിൽ താഴെയുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിർബന്ധമായും പങ്കെടുക്കണം. മാർക്ക് കുറഞ്ഞവർ നിർബന്ധമായും പങ്കെടുക്കണം. നിങ്ങളുടെ ഭാഗ്യം പോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ സ്പോട്ട് അലോട്ട്മെൻറ്റിലാണ് ഉള്ളത്. ഈ കോളേജുകളൊക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഓപ്പൺ മെറിറ്റിൽ എത്ര റാങ്കാണ് എന്ന് നോക്കണം. 3471 വരെയുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഓപ്പൺ മെറിറ്റ് സീറ്റുകളുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ കോളേജിലുമുള്ള ഓപ്പൺ മെറിറ്റ് സീറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇവിടെ 35 കോളേജുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കോളേജിൻ്റെ കോഡുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അമല കോളേജ്, ഇതുപോലെ ഓരോ കോളേജിൻ്റെയും താഴേക്ക് 35 കോളേജുകളും താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്രിസ്ത്യൻ കാറ്റഗറിയിലല്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ
ഗവൺമെൻറ് സീറ്റ്, NRI സീറ്റ്. ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്നത് LBS വഴിയുള്ള സീറ്റാണ്. NRI സീറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ AIMSS FNCKയിലൂടെ തന്നെ NRI ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മാനേജ്മെൻറ്റ് സീറ്റും ഓപ്പൺ മെറിറ്റ് സീറ്റ്. മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് AIMSS FNCK വഴിയുള്ള സീറ്റാണ്. അതിൽ ഓപ്പൺ മെറിറ്റ് സീറ്റ്, അതായത് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള സീറ്റാണ് 11 സീറ്റുള്ളത്. ഓരോ കോളേജിലും ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള സീറ്റുകൾ അവൈലബിൾ അല്ല. SCC കോളേജാണ്, ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ അല്ലാത്തവർ ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജുകളും വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. അടുത്തത് അസംഷൻ കോളേജ്. ഇവിടെ NRI സീറ്റുകൾ അവൈലബിൾ അല്ല. മാനേജ്മെൻറ്റ് സീറ്റ്, ഓപ്പൺ മെറിറ്റ് സീറ്റ് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഈ കോളേജ് ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള സീറ്റ് അവൈലബിൾ ആണ്. മറ്റ് വിഭാഗത്തിലുള്ളവർ ഈ കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ സീറ്റ് അവൈലബിൾ അല്ല. അടുത്തത് ബിഷപ്പ് ബെൻസീഗർ കോളേജ്. ഇവിടെ LBS വഴിയുള്ള സീറ്റുണ്ട്. LBS വഴിയുള്ള ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി LBS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. LBSൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. NRI സീറ്റുകൾ അവൈലബിൾ ആണ്. മാനേജ്മെൻറ്റ് സീറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഓപ്പൺ മെറിറ്റ് സീറ്റ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. കനാസ കോളേജ്. NRI സീറ്റ് അവൈലബിൾ അല്ല. എന്നാൽ മാനേജ്മെൻറ്റ് സീറ്റ്, ഓപ്പൺ മെറിറ്റ് സീറ്റും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സീറ്റും അവൈലബിൾ ആണ്. ഓപ്പൺ മെറിറ്റ് സീറ്റ് 5 എണ്ണമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സീറ്റ് 18. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളിലും പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സീറ്റുകളും ഓപ്പൺ മെറിറ്റ് സീറ്റുകളും ഉള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് വയ്ക്കാം. ഈ കോളേജിൽ കാരിത്താസ് കോളേജ്. ഇവിടെ ഓപ്പൺ മെറിറ്റ് സീറ്റ് അവൈലബിൾ അല്ല. മറ്റു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സീറ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. LBS വഴിയാണ് എങ്കിൽ ക്രിസ്ത്യൻ കാറ്റഗറിയിൽ ഉള്ളവർക്കും മറ്റു വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ ലഭിക്കും എന്നായിരിക്കുന്നത്. കാർമൽ കോളേജ്. ഇവിടെ NRI സീറ്റ് അവൈലബിൾ അല്ല. അതുപോലെ ഓപ്പൺ മെറിറ്റ് സീറ്റും അവൈലബിൾ അല്ല. ഇവിടെ NRI സീറ്റുകളും ഓപ്പൺ മെറിറ്റ് സീറ്റ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സീറ്റും അവൈലബിൾ ആണ്. നിർമ്മല മെഡിക്കൽ കോളേജ്. ഇവിടെ ഈ കോളേജ് എല്ലാവർക്കും ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇതുപോലെ നിങ്ങൾ ഓരോ കോളേജിൻ്റെയും ലിസ്റ്റ് നോക്കിയതിന് ശേഷം വേണം. ഇവിടെ ഓപ്പൺ മെറിറ്റ് സീറ്റ് അവൈലബിൾ അല്ല. ഇതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അല്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഓപ്പൺ മെറിറ്റ് സീറ്റുള്ള കോളേജുകളുടെ പേരുകൾ എഴുതിയെടുക്കണം. അതിൽ നിന്ന് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ, ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് 15 കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് ഓപ്പൺ മെറിറ്റ് സീറ്റുകൾ ഉള്ള കോളേജുകളും ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അവരെ ഓപ്പൺ മെറിറ്റ് സീറ്റിലേക്കും പരിഗണിക്കും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികളെ ഓപ്പൺ മെറിറ്റിലേക്കാണ് പരിഗണിക്കുന്നത്. 90% മാർക്കുള്ള കുട്ടികൾക്ക് വരെയാണ് മോപ്പപ്പ് റൗണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയപ്പോൾ അഡ്മിഷൻ ലഭിച്ചത്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാർക്ക് കുറവുള്ള 90%-ൽ താഴെ മാർക്കുള്ള കുട്ടികളും പങ്കെടുക്കണം. എത്ര മാർക്ക് വരെയുള്ള കുട്ടികളാണ് അവിടെ പങ്കെടുക്കാൻ എത്തുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അവിടെ സ്പോട്ടിലെത്തി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. LBS, CPAS, PNC ബാങ്ക് തുടങ്ങിയ അസോസിയേഷനുകളിൽ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുള്ള കോളേജുകൾ അവിടെ ലഭിച്ചാൽ അവർ AIMSS FNCKയിൽ നിന്ന് അവിടേക്ക് മാറും. അപ്പോൾ AIMSS FNCKയിൽ കോളേജുകളിൽ സീറ്റുകൾ വേക്കൻസി വരികയും ചെയ്യും. അങ്ങനെ കുറച്ച് കുട്ടികൾ കൂടി ഇവിടെ അഡ്മിഷൻ ലഭിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്.